എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. സാർ നമസ്കാരം. നമസ്കാരം. പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കിയില്ലേ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് സാർ. ബൈ ദ വേ, ഇതാണ് ലക്ഷ്മണൻ. നമസ്കാരം മാഡം. നമ്മുടെ ഇവിടുത്തെ ഫാം ഹൗസിന്റെ മുഴുവൻ ഇൻചാർജും ഇയാൾക്കാണ്. അത് രവീന്ദ്രൻ, ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. നമസ്കാരം ചേട്ടാ. സാർ ഈ മാഡം ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ, അമൂല്യ എന്ന പേര്. സൂപ്പർ സാർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. നീ കണ്ടില്ല ആദ്യ, നമ്മുടെ ചേട്ടൻ എത്ര പെട്ടെന്ന് ഒരു റോമിയോ എന്ന് നീ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ ചേട്ടൻ ആ ചമ്മി നിൽക്കുന്നത് എത്ര രസമാണ് നോക്കി. അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ഈ പെണ്ണുങ്ങൾക്കേ ഞങ്ങൾ ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണല്ലേ? ഈ പ്രായത്തിലെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ, വലിയ കാര്യം ബ്രദർ. ശരി, നമുക്ക് അകത്തോട്ട് പോവാം. ചേട്ടാ, ആ സുമേഷ് അവിടെ പോയി. ഞാൻ നേരത്തെ വിളിച്ചപ്പോ എത്തിയെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ എവിടെ അവനെ കണ്ടില്ല. ഇവനിനി ഏത് ഫാം ഹൗസിലേക്കാണോ പോയത്? സുമേഷേ, സുമേഷേ, ഏയ് സുമേഷേ. ജുംബല് 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 ജുംബല്. സുമേഷ്, തോൻ എന്ത് കോപ്രായ കാണിക്കുന്നേ? നോൺസെൻസ്. നീ ഒരിക്കലും നന്നാവില്ലല്ലേ? സിദ്ധാർത്ഥ് സാർ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്ന ഒരാളല്ല ഞാൻ. ദ ഗ്രേറ്റ് സുമേഷ് ആണ് ഞാൻ. കണ്ടില്ലേ, ഫുൾ കവേർഡ് ആയിട്ടാ നടക്കുന്നത്. ഇന്നൊരു ആഘോഷ ദിവസം അല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ലൊരു ഗെറ്റപ്പിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? ജിങ്കി 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 ജിങ്കി. എടാ പൊട്ടാ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മള് ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതിനാണോ താനിങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നത്? നിങ്ങൾ ഇതുപോലെ പലതും പറഞ്ഞ് എന്നെ കളിയാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എടാ സുമേഷേ, നീ എന്തൊക്കെ അറേഞ്ച്മെന്റ്സാ ചെയ്തത്? ഇവിടൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ എന്റെ ബെഡാ ബോസ് പറഞ്ഞതല്ലേ, ഞാൻ ചെയ്യാതിരിക്കുവോ? ഇതൊന്ന് പിടിച്ച്. അയ്യേ, താൻ എന്തേ ചെയ്യുന്നേ? ഞാൻ എന്റെ ഫോണൊന്ന് എടുത്തോട്ടെ ചോട്ടാ സ്മോൾ ബോസ്. ലൗഡ് സ്പീക്കർ, ടച്ച് ഇറ്റ്. പറയടാ സുമേഷ്. ബെടാ 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 ബോസ്, എനിക്ക് പറയാൻ ഒന്നുമില്ല. ബോസ് ആണ് പറയേണ്ടത്. ഞാൻ എന്താടോ പറയേണ്ടത്? പിന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ വിളിച്ചത്. എല്ലാവരും ഇവിടെ ബോസിന്റെ വാക്കുകൾക്കായി കാതോർത്ത് നിൽക്കുക. അമൂല്യ മേഡവും ഉണ്ട്. ബോസ് പറഞ്ഞോ? ഓ, ഞാനത് മറന്നേ പോയി. എല്ലാവരും ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ എത്തിയല്ലോ വേദാന്ത്. എത്തി മുത്തശ്ശി, പറഞ്ഞോളൂ, എന്താ മുത്തശ്ശിയുടെ പ്ലാൻ? ഇന്ന് ദീപാവലി അല്ലേ,
ഇന്നത്തെ ദിവസം നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എന്റെ മനസ്സ് തീരെ സമ്മതിച്ചില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാരും അവിടെ ചെന്ന് നമ്മുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ചെയ്യണം. നമ്മുടെ പൂജകളൊക്കെ ചെയ്ത് ദൈവത്തിന് പ്രസാദം വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇത്രയുള്ള മുത്തശ്ശിയുടെ പ്ലാൻ. പിന്നെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ സുമേഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം കേട്ടല്ലോ. നിങ്ങൾക്കും എന്റെ വക ദീപാവലി ആശംസകൾ. എല്ലാവരും ആഘോഷിക്കും. ഇപ്പൊ എന്റെ ഗെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗെറ്റപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? സുമേഷേ, താൻ ഈ ഗെറ്റപ്പിൽ റോഡിൽ ഇറങ്ങി നിന്ന് നോക്ക്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. മുത്തശ്ശി എന്തോ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറ. ഓ അതാണോ? ബെഡാ 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 ബോസ് പറഞ്ഞത് എല്ലാവരും ഇന്ന് ട്രഡീഷണൽ ഡ്രസ് ഇട്ട്, അതായത് പക്കാ നാടൻ വേഷം ധരിച്ച് ഇന്നത്തെ പൂജകളൊക്കെ ചെയ്യണമെന്നാ. സോ എല്ലാവരും അതനുസരിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് ഞാൻ പറയാം. എടാ സുമേഷേ, താൻ പറയുന്ന പോലെ ഞാൻ ട്രഡീഷണൽ വെയർ ഒന്നും എടുത്തിട്ടില്ല. ഇതൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ. അതിനുള്ള പരിപാടിയും ചെയ്തിട്ടുണ്ട്. അവരവരുടെ റൂമിൽ അവരവർക്കുള്ള ഡ്രസ്സുകളും വെച്ചിട്ടുണ്ട്. വേഗം പോയത് ഇട്ടിട്ട് വന്നാ മതി. ഇത് കഴിഞ്ഞ് വേറെ പ്രോഗ്രാംസ് ഉള്ളതാ. അതുകൊണ്ട് ഒരുപാട് സമയം വേണം. പ്ലീസ് ഗോ, പോയി റെഡി ആയിട്ട് വരൂ. ഗോ ഗോ ഗോ. പിടിച്ചോ നിന്റെ അവശിഷ്ടം. താങ്ക് യു സാർ. ഇതിന് സ്ഥിരമായിട്ട് കെട്ടിക്കോ. ജുംബലി ജുംബ ജുംബലി ജുംബ ജുംബലി ജുംബ ജുംബലി ജുംബ ജുംബലി ജുംബ ജുംബലി ജുംബ. സുമേഷ്, നീ എന്ത് ഈ ചതുർത്ഥി കണ്ടതുപോലെ നിൽക്കുന്നത്? അയ്യോ, അത് പിന്നെ സിദ്ധാർത്ഥ സാർ. അപ്പൊ താനെന്താ ഉദ്ദേശിച്ചേ? ഞങ്ങൾ ആരെയും കാണാൻ കൊള്ളില്ലെന്നാണ്? ഞങ്ങൾ ഇങ്ങനെ അപമാനിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയോ? ഏയ് ഗൈസ്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനെങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ മേഡം പറഞ്ഞത് ശരിയാ. ഞാൻ നിങ്ങളെയൊക്കെ അത്ഭുതത്തോടെയല്ലേ നോക്കിയത്. അത് മനസ്സിലാക്കാതെ വെറുതെ തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറയുന്നത് കണ്ടില്ലേ? സത്യം പറയുകയാണെങ്കിൽ ഞാൻ സുമേഷേ, അടുത്ത പ്രോഗ്രാം എന്താ? അടുത്തത് പൂജകളാണ്. അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് പറയാമല്ലോ. വെറുതെ മാസ് ഡയലോഗ് അടിക്കാതെ കാര്യം പറ. അയ്യോ, അതെല്ലാം സസ്പെൻസ് ആണ് ചോട്ടാ. പറയുന്നുണ്ടോ ഇല്ലയോ? കാര്യങ്ങളൊന്നും ശരിയായില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇത് കോള് വരും. മനസ്സിലായി. ഹലോ, ലെറ്റ്സ് ഗോ. ഒന്നുമില്ല ബോസ്, വാ.
പ്രസാദം. പ്രസാദം എടുക്ക. പ്രസാദം. ദാ പ്രസാദം. അതെനിക്കറിയാം, നീ അവർക്ക് കൊടുക്ക്. പ്രസാദം. പ്രസാദം. ദേവി ഒന്നും ഇല്ലായിരിക്കും. താനും പ്രസാദം എടുക്ക്. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു പുതിയ വർഷത്തിന്റെ ആരംഭമാണ്. ഇന്ന് നമ്മളെല്ലാം പൂജയിലൂടെ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു വർഷമാണ് കടന്നുപോയത്. എന്താണോ സംഭവിക്കാൻ പാടില്ലാത്തത് അത് തന്നെ സംഭവിച്ചത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം ഇന്നെനിക്ക് നഷ്ടമായത് സിദ്ധാർത്ഥ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ച വർഷമായത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജയിക്കുന്നത്. നീ തന്നെ അവളെ കല്യാണം കഴിച്ചു. നിങ്ങളാണ് പെർഫെക്റ്റ് ജോഡി. നിന്നെപ്പോലെ ഒരാളെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല വേദാന്ത്. ഇനി എന്ത് പ്രശ്നം വന്നാലും പോരാടാൻ ഞാൻ തയ്യാറാ. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം മറികടക്കാൻ നീ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഏട്ടാ. എന്നിട്ടിപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ ആഘോഷിക്കുകയാണ്. ഇതിലും വലുതായി എനിക്കൊന്നും വേണ്ട. നമ്മുടെയൊക്കെ ലൈഫിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. രണ്ടും നമ്മൾ ഒരുപോലെ സ്വീകരിക്കാൻ പഠിക്കണം. ആ മനോധൈര്യമാണ് വേണ്ടത്. എന്നും നമ്മൾ ഒത്തൊരുമയോട് കൂടെ ജീവിക്കണം. അടുത്ത വർഷം ഇതിലും ഗംഭീരമാക്കണം. അതെ അതെ, അടുത്ത വർഷം നമുക്ക് തകർക്കണം. നിങ്ങൾ എല്ലാവരും ഇത് കഴിച്ചല്ലോ. ഞാൻ ഇനി ഇത് എങ്ങനെ കഴിക്കും? എന്തൊരു കയ്പാ ഇതിന്. ഒരു കാര്യം ചെയ്യാം, ഇത് കൊണ്ടുപോയി താഴെ സെക്യൂരിറ്റി ചേർന്ന് കൊടുക്കാം. ഇതെല്ലാം താനല്ലേ അറേഞ്ച് ചെയ്തത്, അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിക്കാം. അത് പിന്നെ ബോസ്, ഞാൻ എന്റെ ജീവിതത്തിൽ സ്വീറ്റ്സ് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാ, അതുകൊണ്ട് കയ്പൊന്നും പറ്റില്ല. പൊട്ടാ, ജീവിതത്തിൽ മധുരവും കയ്പും എല്ലാം ഉണ്ടാവും. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മതി മതി മതി, നിന്റെ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. ഇനി പ്ലാൻ എന്താ? അടുത്തത് ഗോപൂജയാ. ശരി ശരി, വാ പോ. വാ, നടക്ക്.
ഗോപൂജി നന്നായി നടന്നു. ഇനി അടുത്ത പരിപാടി എന്താണോ പൊട്ടാ? എന്റർടൈൻമെന്റിന് വേണ്ടി വല്ല ഡാൻസേഴ്സിനെ വിളിച്ചോണ്ട് അറിയില്ല. വിക്കി ബോസ്, അതുപോലുള്ള എന്റർടൈൻമെന്റ് പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല. നിങ്ങൾ എന്റർടൈൻമെന്റ് പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് കല്യാണ ജീവിതത്തിലേക്ക് കയറിയില്ലേ? അത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ബാക്കി എന്താ ഉള്ളത്? ഇനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? അടുത്തത് എന്താന്ന് പറ. ഇനി എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് ഉണ്ടാക്കി വാഴയിലയിൽ കഴിക്കണം. അടിപൊളി ഐഡിയ. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോ? ഫോളോ മീ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയണമെന്ന്. എന്നിട്ട് വന്ന് കയറി കഴിയുമ്പോഴാ ഇനി ഇതൊക്കെ എപ്പോ തീർക്കാനാ? എത്ര സമയം എടുക്കും അറിയോ? എടുത്തി അത് ഞാൻ ചെയ്യണോ? ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തന്നെ ചെയ്തോളാം. അയ്യോ വിക്കി ചേട്ടാ, അതിൽ ഉപ്പൊന്നും നോക്കിയിട്ടില്ല. എന്താ ഈ ചെയ്യുന്നേ? അയ്യോ, ഇങ്ങനെ ബഹളം ഉണ്ടാക്കലേ റൗഡി കൊച്ചേ. എല്ലാം ഒന്ന് വേഗം ചെയ്യ്. അയ്യോ വേദം, അടുത്ത വർഷം ഫുഡ് കഴിക്കാനാണോ നീ ഇങ്ങനെ ചെയ്യുന്നേ? ഒന്ന് വേഗം തീർക്കാനല്ലേ ഞാൻ പറഞ്ഞേ. ഇത് ആയുധം വെച്ചുള്ള കളിയാ, അതും ഫസ്റ്റ് ടൈം. ഒന്ന് വായടയ്ക്കോ. ആ 5 ആയിരുന്നെങ്കിൽ ഒരു 4-5 ഉള്ളി ഇപ്പൊ തന്നെ തീർത്തേനെ. അതിഥി ആയിരുന്നെങ്കിലോ ഇതില് 10 ഉള്ളി അവള് തന്നെ കഴിച്ചേനെ. ഉള്ളിയോ? ആ, അവൾ എന്ത് സാധനം കിട്ടിയാലും കഴിച്ചോളൂ. അയ്യോ എന്താ ചേട്ടാ ഇത്? ക്യാരറ്റും കഴിച്ചോണ്ടിരിക്കുകയാണോ? വെറുതെ നോക്കിയിരിക്കാ. സാമ്പാറിനുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തു. ഇപ്പൊ സെക്കൻഡ് റൗണ്ടിലായിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും കേൾക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. നിന്റെ തലയ്ക്കത് ഭ്രാന്താണോ? അതെ, എനിക്കാണല്ലോ ഭ്രാന്ത്. ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഭ്രാന്താണെന്ന്. എന്നിട്ട് വെറുതെ ഇരുന്നാ പോരെ? ഫുഡ് എങ്ങനെ കഴിക്കും? എടാ സുമേഷ്, വേണ്ടാന്ന് പറഞ്ഞിട്ട് താനല്ലേ കഴിച്ചത് 2 ക്യാരറ്റ്? 2 അല്ലേ ഞാൻ കഴിച്ചുള്ളൂ. ബാക്കി മുഴുവൻ സാറിന്റെ വയറ്റിൽ കിടപ്പില്ല. നീയല്ലേ എനിക്ക് തന്നത്? സാറല്ലേ അത് കഴിച്ചത്? വിക്കി ബോസ്, ഇതെന്താ സാമ്പാർ ഇത്രയും വെള്ളമായി പോയത്? അതിലെന്താ മിക്സ് ചെയ്തത്? അയ്യോ വിക്കി ചേട്ടാ, ഇതെന്താ ചെയ്തിരിക്കുന്നത്? അയ്യോ എന്താ പറ്റിയത്? വേദം അമ്മോ, ആ മുറിവില് രക്തവും വന്നിട്ടില്ല, ചേട്ടനൊട്ടും വേദനിച്ചിട്ടുമില്ല. അതുകൊണ്ട് കൂടുതൽ ഫീൽ ആക്കണ്ട. അയ്യോ ഞാനെന്തിനാ ഫീൽ ആവുന്നത്? ഇതില് രക്തം വരുന്നില്ല, കുഴപ്പമൊന്നും എനിക്കറിയാം. ഞാൻ നോക്കാൻ വന്നതാ. എന്റെ മനസ്സിൽ ഓലമാണെന്ന് അറിയില്ലേ? ചോട്ടാ സ്മോൾ ബോസ്, നമ്മുടെ ബെഡാ ബോസിന്റെ അവസ്ഥ കാണുമ്പോ പാവം തോന്നുക. ഒരു ഡ്രാക്കുള ഫാമിലിയിലേക്കാണല്ലോ എൻട്രി. അത് ഡ്രാക്കുള ഫാമിലി അല്ല, വണ്ടർലയിൽ റൈഡ് പോകുന്ന പോലെ. എനിക്ക് എന്തെങ്കിലും ഹാലൂസിനേഷൻ ആയിരിക്കോ? ഞാൻ എവിടെ നോക്കുമ്പോഴും അഹല്യയാണല്ലോ കാണുന്നത്.